ജൂൺ 12 ഇക്കഴിഞ്ഞ ബുധനാഴ്ച. നമ്മൾ പല പേർക്കും അതൊരു സാധാരണ ബുധനാഴ്ചയായിരിക്കും. പക്ഷേ വിറങ്ങലിച്ചത് മംഗഫാണ്. ഒരുപാട് മനുഷ്യരുടെ മനസ്സും അന്നേ ദിവസം വിറങ്ങലിച്ചു. ഇതാദ്യമായി നടക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. ഇങ്ങനൊരു തീപിടുത്തം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് അപകടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഒരു 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപകടമായിട്ട് മാറിയിരിക്കുകയാണ് കുവൈത്ത് മംഗഫിൽ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ തീപിടിച്ചത്. 46 ഇന്ത്യക്കാരും 23 മലയാളികളും. ഇതിപ്പോഴും പറയുമ്പോഴൊരു വിങ്ങൽ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രവാസികൾ അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്ന ആൾക്കാർ ഒരുപാട് സ്വപ്നങ്ങളും അവരുടെ കുടുംബത്തിനെ ഒന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ സ്വന്തം സ്വപ്നങ്ങൾ എങ്ങനെയെങ്കിലും നടത്തുക എന്നൊരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ് സ്വന്തം നാടും വീടും ആൾക്കാരെയൊക്കെ വിട്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ട് ഇങ്ങനെയൊരു വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള, വളരെ എന്താ പറയുന്നത്, നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ മരണപ്പെടുക എന്ന് പറയുന്നത് അത് എത്ര കൊണ്ടായാലും നമുക്കത് ഉൾക്കൊള്ളാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് ഈ സംഭവത്തിൽ ഒരുപാട് പേര് നോർക്കയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ രീതിയിലല്ല ഇത് അറിയുന്നത്. അവർ ടി വിയിലൂടെയും അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകളിലൂടെയും എന്തുപറ്റി ഇന്ന് വീഡിയോ കോൾ വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവരില്ല എന്നറിയുമ്പോഴുള്ള ആ ഒരു വിഷമമാണ് ത്രൂ ഔട്ട് എനിക്ക് മനസ്സിലുണ്ടായത്. അതിൽ 27-29 വയസ്സുള്ളവരുടെയൊക്കെ കാര്യം പറയുന്നത്, അച്ഛൻ അവിടെ ഉള്ളതുകൊണ്ട് കൂടെ ജോലി ചെയ്യാൻ പോയതാണ്. പക്ഷെ അച്ഛൻ പോലും അറിയുന്നില്ല ആ കെട്ടിടത്തിൽ തൻ്റെ മകനുണ്ട് എന്നുള്ളത്. ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, എന്താ പറയുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. എല്ലാ ബ്രദേഴ്സിനും, ആ മരണപ്പെട്ട എല്ലാ ബ്രദേഴ്സിനും ഡീപ്പസ്റ്റ് കണ്ടോളൻസസ്. വിട പറഞ്ഞവർക്ക് ഏറെ സ്നേഹം.